Good afternoon, everyone. Good afternoon, Miss. Good afternoon, miss. Good afternoon. Afternoon, Miss. Good afternoon. Yeah, good afternoon. Okay. Good afternoon, Miss. Okay. Yeah, let's start today's class with prayer. Okay. മിസ് ഞാനാണ് പറയറേ. കരുണാതൻ കാതലേ കൈതൊഴാം, സ്നേഹക്കടലേ കൈതൊഴാം, മഹിമാതൻ കോവിലേ കൈതൊഴാം, തൊഴാമഹിതൻ വെളിച്ചമേ കൈതൊഴാം, ഒരു ചേറു കൈ നിന്റെ അരികിൽ അർച്ചനയ്ക്കെത്തവേ, കനിവിൻ കടാക്ഷങ്ങളേകണേ, എന്റെ കരളിലാമൃതം പൊഴിക്കണേ. അവിവേകശാലികൾ പാപികൾ കഹിതമായി വല്ലതും ചെയ്യുകിൽ, അഖില പ്രകാണ്ഡ പ്രകാശമേ ഞങ്ങൾ കരുളേണേ മാപ്പു നീശ്വര. കരുണാതൻ കാതലേ കൈതൊഴാം, സ്നേഹക്കടലേ ദൈവമേ കൈതൊഴാം, മഹിമാതൻ കോവിലിൻ കൈതൊഴാം, തൊഴാമഹിതൻ വെളിച്ചമേ കൈതൊഴാം. Okay. Yeah, next. നിഷ നന്നായിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ചുകൂടി റേഞ്ച് ഉള്ളവിടെ പോയി നിന്ന് പാടായിരുന്നു. എനിക്ക് കറക്റ്റ് ആയിട്ട് കേട്ടില്ല ഇടയ്ക്കിടയ്ക്ക് കേട്ടാ. എനിക്ക് റേഞ്ചിൽ പ്രശ്നമുണ്ട് സഫിയ, നെറ്റ്വർക്ക് കറക്റ്റായിട്ട് കിട്ടണില്ല. Okay, നന്നായിരുന്നു. നന്നായിട്ട് പാടി. Yeah, the next ആരാ? Thought of the day or sign in. Thought of the day. Education is the key that unlocks the golden door to freedom. സ്വാതന്ത്ര്യത്തിലേക്കുള്ള സുവർണവാതിൽ തുറക്കുന്ന താക്കോലാണ് വിദ്യാഭ്യാസം. Okay. Then sign in. Good afternoon, ma'am, and good afternoon to all. Our beloved teacher Ashwati Miss, and to all my dear friends, welcome to today's class. I sign in with a short action rhyme song. Lovely friends, come to the palace. Wedding day, Lions wedding day. Lovely friends, come to the palace. Wedding day, Lions wedding day. Cat and kitten came, meow, meow, meow. Cat and kitten came, meow, meow, meow. Lovely friends, come to the palace. Wedding day, Lions wedding day. Dog and puppy came, bow, bow, bow. Dog and puppy came, bow, bow, bow. Lovely friends, come to the palace. Wedding day, Lions wedding day. Duck and duckling came, quack, quack, quack. Duck and duckling came, quack, quack, quack. Lovely friends, come to the palace. Wedding day, Lions wedding day. Wedding day, Lions wedding day. Thank you. Yeah. Yeah. Jismul, Farsana എന്നാണ് പേര്. അതെ, ജിസ്മുൽ ഫർസാന. Farsana, yeah. നല്ല രസമായിരുന്നോ? താങ്ക് യു മാം. ഇത് ഞങ്ങൾ ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ട്, അതിൽ പഠിക്കണതാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ട് ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ട്, അതിൽ കഥകളായിട്ടും ആക്ഷൻ സോങ് ആയിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. നന്നായിരുന്നു, എൻജോയ് ചെയ്യാം നന്നായിട്ട്. താങ്ക് യു.
അടിപൊളിയായിട്ട് ചെയ്തു അല്ലേ ടീച്ചറെ? പിന്നെ ആ ചെയ്തു. എനിക്ക് എന്താ പറയേണ്ടത് കിട്ടുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് തന്നെ. ഓക്കെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊന്ന് ക്യാമറ ഓൺ ചെയ്യാൻ കംഫർട്ടബിൾ ആണെങ്കിൽ ഇതുപോലെ തന്നെ ഓൺ ചെയ്തിട്ട് പ്രയർ ആണെങ്കിലും പ്രോജക്റ്റ് ആണെങ്കിലും പറയാൻ നോക്കാം. ഓക്കെ, ചെയ്തു അല്ലേ? ജിസ്മുൽ ഫസാൻ അത് തോന്നുന്നോ? ക്യാമറ ഓൺ ചെയ്തോ? ഇപ്പൊ കോൺഫിഡന്റ് ആയിട്ടുണ്ട്. ആദ്യമൊക്കെ ഒരു മടിയായിരുന്നു, ഇപ്പൊ നല്ല കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു ശമ്പളം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ കൂളാണ്. അതെ അതെ. കൂടെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആകും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് എല്ലാം പ്രസന്റ് ചെയ്യാൻ നോക്കുക. ഇപ്പൊ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പ്രസന്റ് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊന്ന് ക്യാമറ ഓൺ ചെയ്ത് പ്രസന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, യെസ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും എന്താണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലെ? കംപ്ലീറ്റ് ആയി. ഇന്നത്തെ നോട്ട് ഞാൻ എന്തോ അപ്ലോഡ് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല ഇതുവരെ. ഏതായിരുന്നത്? ട്രാൻസ്ലേഷൻ ആയിരുന്നോ? അതെ മിസ്. അതെ മിസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ട് പോയി, അപ്ലോഡ് ചെയ്തില്ല. സത്യമല്ലേ? ശരിയാണ്. ഓക്കെ, ട്രാൻസ്ലേഷൻ വേണേ നമുക്ക് ഈ ക്ലാസ്സിൽ ചെയ്യാം. ഇതായിരുന്നു അത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ട്രാൻസ്ലേഷൻ. ഇത് ഇത്രയും ഒരു 30 ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ. ഇത് ടെൻസസ് ആണോ ടീച്ചറെ? ആൻസർ അല്ല ഇത്, ട്രാൻസ്ലേറ്റ് അല്ല ചെയ്യാൻ ടെൻസസ് അല്ലേ? ടെൻസസ് ബേസിസ് ആണ്. ആക്റ്റീവും പാസീവും ഒന്നും അല്ലല്ലോ? ടെൻസ് ആണ്. ഇതാണ് ഞാൻ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ഞാൻ ചെയ്യും കേട്ടോ. ഓക്കെ, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തതിന് ശേഷം പറഞ്ഞാൽ അതിന്റെ ആൻസർ ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ടീച്ചറെ? ഇല്ല അല്ലേ? ഇന്ന് ചെയ്യോ? ചെയ്യും. എന്തായാലും നാളെ എന്തായാലും അപ്ലോഡ് ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പോ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും കംപ്ലീറ്റ് ആയല്ലോ. ക്ലിയർ അല്ലേ? അത് കുറച്ച് സ്പീഡിൽ പോയി കുറച്ച് മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കുട്ടികൾ. മനസ്സിലായില്ല? ഡൗട്ട് എന്തായിരുന്നു? ഞാൻ കുറച്ച് ആക്ടിവിറ്റീസ് പറയട്ടെ, എന്നിട്ട് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിനെ ബേസ് ചെയ്ത് കുറച്ച് ആക്ടിവിറ്റി ഞങ്ങൾ തരാം. അത് നിങ്ങൾ ചെയ്യും, മനസ്സിലാവും. എഴുതിയെടുക്കും കേട്ടോ. നോട്ട്ബുക്കില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം എഴുതിയെടുക്കുക. അതിനുശേഷം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. സ്പേസ് വിടാം. ഒരു സെന്റൻസ് ചെയ്തതിനു ശേഷം സ്പേസ് വിടാം. എന്നിട്ട് അതിന്റെ പാസീവ് വോയിസ് താഴെ എഴുതാം. ഓക്കെ, എഴുതിക്കോളൂ. He had completed the assignment. ചിലപ്പോ നമ്മൾ ചെയ്ത ആക്ടിവിറ്റി ആകാം, ഇടയിൽ ഉണ്ടാകാം, അങ്ങനെ മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. And planned a fruit tree. They had planned a fruit. She had solved the problems. She had solved the problems. The tailor sewed a dress. The police officer arrested the robber. Simi washed the clothes. We were waiting for the bus. He was playing cricket.
We are watching TV. I kick the ball. The teacher explains the topic. She will cook meal. You will sing a song. I will have written the letter. He will have painted the picture. They will have built the house. She will have made the dress. He has finished his work. They have played football. Yep, okay. So let's change into passive voice. Okay. എല്ലാ ടൈംസിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്ത് ഇതെല്ലാവരും കറക്റ്റ് ആയിട്ട് പാസീവ് വോയിസിലേക്ക് മാറ്റാം. ടെൻസ് ചെയ്താണ് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാം, അതിനുശേഷം അത് പാസീവ് വോയിസിലേക്ക് മാറ്റാം. അതോടുകൂടി നമുക്ക് നമ്മുടെ ഈ 4th ചാപ്റ്റർ ടെൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആകുന്നതാണ്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എഴുതി കഴിഞ്ഞോ? ചേഞ്ച് ചെയ്യാണോ? ചെയ്യാം. എഴുതി കഴിയുമ്പോ പറയോ? ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ക്യാമറ ഓഫ് ചെയ്തോട്ടെ, വെറുതെ ഇരിക്കണ്ടെന്ന് വിചാരിച്ചതാ. ഓക്കെ, പറയൂ.
ഓക്കെ ഓക്കെ മിസ്സേ. ഇവിടെ തന്നെ കേട്ടോ, ക്യാമറ ഓഫ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് സെന്റൻസ് ദേ ഹാവ് പ്ലേഡ് ഫുട്ബോൾ എന്നുള്ളതല്ലേ? They have played, yeah, they have played football. ടീച്ചർ എന്റെ എഴുതി കഴിഞ്ഞു. കഴിഞ്ഞു. ഓക്കെ, പറയണ്ട ഇപ്പോ. പറഞ്ഞാല് എഴുതുന്നവര് അതൊക്കെ ചുമ്മാ വർത്തമാനം പറയാം. ഓക്കെ, എനിക്ക് ഒരാളുടെ കൂട്ടായാലോ. ടീച്ചർ ഇതിന്റെ ആൻസർ എഴുതാനാ പറഞ്ഞത്? എന്തോ ഇതിന്റെ ആൻസർ ഇപ്പൊ എഴുതണോ? ആൻസർ ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ടെക്സ്റ്റ് ചെയ്തേക്കും. പിന്നെ ചെയ്താൽ മതിയോ? നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ട് വന്നാൽ മതിയോ? വേണ്ട, ചെയ്യാനുള്ള ഇപ്പൊ നമുക്ക് ആൻസർ പറയാം. അല്ലാതെ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാം. ഒരാൾക്ക് കിട്ടുമല്ലോ, അറിയാൻ പറ്റുമില്ല നോക്കാം. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഇന്നത്തോടെ ക്ലോസ് ചെയ്യാൻ പറ്റും. നാളെ മോക്ക് ടെസ്റ്റ് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, റെഡി ആണെങ്കിൽ. ഓക്കെ ആണോ? ഡൗട്ട് ഒന്നും ഇല്ലാതെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് നാളെ മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടേക്ക് കഴിഞ്ഞു. സഫിയുടെ കഴിഞ്ഞു. ഇനി ആരെങ്കിലും ഫിനിഷ് ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞു മിസ്. ക്വസ്റ്റ്യൻസ് ഫിനിഷ് ചെയ്തു. ആൻസർ ആണ് ഫിനിഷ്. ആൻസർ കഴിഞ്ഞു. ആൻസർ എഴുതി കഴിഞ്ഞു എല്ലാവരും. സഫി എഴുതി കഴിഞ്ഞു ആൻസർ. ആരെങ്കിലും ആൻസർ എഴുതി കഴിഞ്ഞോ? പാസീവ് വോയിസിലൊക്കെ മാറ്റിയത് കഴിഞ്ഞോ? എഴുതിക്കൊണ്ടിരിക്കും ടീച്ചർ. ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞില്ലേ? നമുക്ക് ഓരോ ആൻസർ ആയിട്ട് പറഞ്ഞു നോക്കിയാലോ വേഗം. ക്വസ്റ്റ്യൻസ് നോട്ട്ബുക്കിൽ ഉണ്ടല്ലോ. ആ ആൻസർ നമുക്ക് ഓരോന്ന് പറഞ്ഞു നോക്കാം. അല്ലെങ്കിൽ വെറുതെ ഒരുപാട് സമയം പോകും. ഓക്കെ, അറിയാവുന്നവര് പറഞ്ഞോ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. ഓരോന്നോരോന്ന് വേണ്ടി ടെക്സ്റ്റ് ചെയ്തോളൂ. പറയണമെങ്കിൽ പറയാം, ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, യുവർ ചോയ്സ്. He had completed the assignment. അത് ആക്റ്റീവ് വോയിസ് ആണ്. ഏത് ടെൻസ് ആയിരുന്നു? He had completed the assignment എന്ന് പറയുന്നത് ഏത് ടെൻസ് ആണ്? പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ? അല്ലേ എന്നുള്ള ചോദ്യം വേണ്ടാട്ടോ. അതെ, ആണ് പാസ്റ്റ് പെർഫെക്റ്റ്. Assignment had been completed by him. The assignment had been
completed by him. Past perfect, present perfect അല്ല, past perfect ഏത് ടെൻസിലേക്ക് ചേഞ്ച് ചെയ്തു? Past perfect continuousലേക്ക് ചേഞ്ച് ചെയ്തു അല്ലേ? The assignment had been completed by him. Next, they had planted a fruit tree. It's also past perfect tense. A fruit tree had been completed by them. Completed അല്ല, planted. Planted by them. A fruit tree had been planted by them. Yes, correct. Next, she had solved the problems. Same past perfect tense. She had solved the problem. Had been solved by the problems had been solved by her. The problem had been solved by her. Yeah. The tailor sewed a dress. A dress is sewed by tailor. No. Anyone? The dress was sewed by the tailor. The dress was a dress. A dress was sewed by the tailor. Tailor അല്ല, tailor. ഇത് past tense ആണ്, simple past tense ആണ്. Simple past tense ഇങ്ങോട്ടേക്ക് മാറും. പറയൂ. Correct ആണ് ഇപ്പോ. A dress was sewed by the tailor. A dress എന്ന് പറയുന്നത് past ആയതുകൊണ്ടാണ് അവിടെ was വന്നിരിക്കുന്നത്. അത് dress എന്ന് പറയുന്നത് singular ആയതുകൊണ്ടാണ് was വന്നത്. അല്ലെങ്കിൽ വേറെ ആയിരിക്കും. Correct ആണ്. A dress was sewed by the tailor. The police officer arrested the robber. പറയൂ. The police officer arrested the robber. So, The robber was arrested by police officer. the robber was arrested by the police officer. Past tense ആയതുകൊണ്ട് was singular ആയതുകൊണ്ട് was use ചെയ്തു. Timmy washed the clothes. The clothes was washed by him. Clothes. The clothes. Where? The clothes were washed by Timmy. We were waiting for the bus. The bus was waited by us. By us. The bus. The bus. Where The are bus was being waited by The bus was waited by us. The bus were waited by us. the bus was being waited for us. The bus was being waited for by us. Waited for. Okay. The bus was being waited for by us. Waiting അല്ലേ? അപ്പൊ ing form വരുമല്ലോ. Bus എന്ന് പറയുന്ന singular ആയതുകൊണ്ട് നമ്മൾ was use ചെയ്തു. ing ഉള്ളതുകൊണ്ട് being വന്നു. Okay. Next, they were sorry. He was playing cricket. The cricket was being played by him. Cricket is being played by him. He's അല്ല. So, cricket was being played by him. Next, we are watching TV. TV was being watched by us. We are watching TV എന്ന് പറഞ്ഞ present tense അല്ലേ? ആ present tense തന്നെയല്ലേ നമ്മൾ passive voice-ലേക്ക് മാറ്റേണ്ടത് അല്ലേ? അപ്പൊ TV എന്ന് പറയുമ്പോൾ singular ആയതുകൊണ്ട് present tense auxiliary ഏതാ യൂസ് ചെയ്യാം?
is. TV is being watched by us. Next, I kick the ball. Simple present tense ആണ്. I kick the ball. Object ഏതാണ്? The ball. The ball. Ball. അത് present tense ആയതുകൊണ്ട് ഇവിടെ എന്ത് വരണം? Ball singular ആണ്. അപ്പോ auxiliary ഏതാണ്? Is the ball is kicked by me. Yeah, the ball is kicked by me. Correct. The teacher explains the topic. So I'll say a simple present tense. Object. The topic is explained by the teacher. Yeah. The topic is explained by the teacher. Yeah. She will cook meal. Cook meal. Good. Meal Meal be cooked by her. by her. Yes. Meal will be cooked by her. You will sing a song. You will sing a song. A song will be sung by you. A song will be sung by you. Yeah. I will have written the letter. I will have written the letter. The letter Will will have have been written by me. The letter will have been written by me. He will have painted the picture. the picture will have been painted by him. Yeah, the picture will have been painted by him. They will have built the house. ടീച്ചർ ഒന്ന് സ്പീഡ് വർക്കോ എഴുതാൻ പറ്റില്ല. എഴുതിരിക്കണ്ട ഇപ്പൊ എഴുതിരിക്കണ്ട ഞാൻ പറയാം പറഞ്ഞു പോട്ടെ കേട്ടോ. ആൻസർ ഞാൻ പറഞ്ഞുതരാം. ആൻസർ ഞാൻ ടൈപ്പ് ചെയ്ത് തന്നെ ആയിരിക്കാം കേട്ടോ. പറയൂ ഇപ്പോ. ശ്രദ്ധിച്ചിരിക്കൂ. They will have built the house. The house will have been built by them. The house will have been built by them. She will have made the bread. The house Have been made by her. Yeah, the dress will have been made by her. He has finished his work. പറയൂ. The work has been finished by her. have been അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ. ലാസ്റ്റ് വൺ വായിക്കൂ. they have played No. they have played
Football has been played by the. Okay. Farsana. Yeah. Farsana, the sound I can take up. Don't I do that? Okay. ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ? ഉണ്ട്. എന്താണ് ഡൗട്ട്? എന്താണ് ചോദിച്ചോളൂ. ഈ ലാസ്റ്റ് വരുന്ന ഒന്നും മനസ്സിലാവില്ല. ലാസ്റ്റ് വരുന്നതോ? ലാസ്റ്റത്തെ എക്സാംസ് ഇല്ലേ അത്. ലാസ്റ്റ് പറയുന്നത് ഫ്യൂച്ചർ ആണോ ഉദ്ദേശിച്ചത്? ഫ്യൂച്ചർ ആണോ? അതെ, വിൽ ഹാവ് എന്നൊക്കെ വരുന്നില്ലേ? ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ എന്താണ് സംശയം വരാൻ കാരണം? എല്ലാരും ആൻസർ ഒക്കെ എഴുതിയെടുത്തോ? നോട്ട് കംപ്ലീറ്റ് ആണോ? ആൻസർ എഴുതിയെടുത്തോ? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. The tailor sewed a dress. A dress was sewed by the tailor. അത് സിമ്പിൾ പ്രസന്റ് ആണോ ആദ്യത്തെ ആക്റ്റീവ് വോയിസ്? അതെ, സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് അല്ല, പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ. യാ. ഫ്യൂച്ചർ. ഫ്യൂച്ചറില് നമുക്ക് സിമ്പിൾ ഫ്യൂച്ചറും ഫ്യൂച്ചർ പെർഫെക്റ്റും മാത്രമേ ഉള്ളൂ. ഓക്കെ. അത് സ്ട്രക്ചർ നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, സ്ട്രക്ചർ മസ്റ്റ് ആയിട്ട് പഠിക്കണം. പഠിക്കാതെ നിങ്ങൾക്ക് അത് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. സ്ട്രക്ചർ പഠിച്ച സിമ്പിൾ ആണ്. ഫസ്റ്റ് നിങ്ങൾ ഇപ്പോ ഒരു സെന്റൻസ് കണ്ടാല് ഇപ്പൊ എന്താണ് എക്സാമ്പിള്, ഐ വിൽ സിംഗ് എ സോങ്. ഐ വിൽ സിംഗ് എ സോങ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അത് ഏത് ടെൻസ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ? പറ്റണം. പറ്റുന്നല്ല, പറ്റണം. അങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, അത് സിമ്പിൾ ഫ്യൂച്ചർ ആണെന്ന് മനസ്സിലായി. സിമ്പിൾ ഫ്യൂച്ചർ ആണെന്ന് മനസ്സിലായി. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അത് പാസീവ് വോയിസിലേക്ക് മാറ്റേണ്ട സ്ട്രക്ചർ എന്താണെന്ന് ആലോചിക്കണം അല്ലെ? സ്ട്രക്ചർ ആലോചിക്കാം. സ്ട്രക്ചർ എന്തായിരിക്കും? ഒബ്ജക്ട് പ്ലസ് will plus be plus be3 plus 5 plus subject. ഓക്കെ, സ്ട്രക്ചർ കിട്ടി. സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസീവ് വോയിസിലാക്കാൻ സിമ്പിൾ ആണ്. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? ഫസ്റ്റ് ഒരു സെന്റൻസ് കണ്ടാൽ അത് ഏത് ടെൻസ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ ആ ഒരു എബിലിറ്റി ഉണ്ടാവണം. ഓക്കെ, അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് എന്താ വേണ്ടേ? സ്ട്രക്ചർ അറിയണം. അപ്പൊ എന്താ വേണ്ടേ? സ്ട്രക്ചർ പഠിക്കണം അല്ലെ? ആ സ്ട്രക്ചറുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ സിമ്പിൾ ആയിരിക്കും. ക്ലിയർ? ശരിയല്ലേ? ശരിയാണോ? ഇത്രയും സിമ്പിൾ ആണ്. ആ സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അല്ലേ? ഇനിയിപ്പോ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പഠിക്കണം. അതുപോലെ തന്നെയാണ് ഡയറക്റ്റ് സ്പീച്ച്. അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോകുന്നത് ഞാൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. അതും പഠിക്കണം. അതും പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. സെയിം തന്നെയാണ്. സെയിം ഇതിനേക്കാൾ കുറച്ച് ടഫ് അതാണ്. ഓക്കെ, അപ്പോ എന്ത് തോന്നുന്നു? ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. കാരണം ഇതിൽ ഡൗട്ട് വരേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ഓൾറെഡി സ്ട്രക്ചർ തന്നെ തന്നതാണ്. സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ വളരെയധികം സിമ്പിൾ ആണ് അല്ലേ? ഇതൊന്നും ഇണ്ടാത്ത ആരും. അതെ മിസ്, ഇതിപ്പോ പ്രാക്ടീസ് ചെയ്ത് കുറെ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അത് വന്നു പോകും. അതെ, നിങ്ങൾ ഒരുപാട് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യണം. എന്തായാലും പ്രാക്ടീസ് ചെയ്യാം നന്നായിട്ട്. ഇപ്പോഴും നിങ്ങൾ ഓക്കെ ആണോ? അടുത്ത ക്ലാസ്സിലും കൂടെ കൊണ്ടുപോകണോ ഞാനിത്? അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? കാരണം ചാപ്റ്റർ കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും എടുക്കാനില്ല. ടെൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആ ചാപ്റ്റർ തന്നെയാണ് ഈ പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് ഉള്ളത്. ഓക്കെ, വേറെ ഒന്നും ഇല്ല, എടുക്കാനായിട്ടൊന്നും ഇല്ല.
സോ ഇന്ന് ആക്ടിവിറ്റി ചെയ്തതോടുകൂടി നമ്മുടെ ഏകദേശം ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ആക്ടിവിറ്റി ഒന്നുകൂടെ ചെയ്യാം. എന്ത് പറയുന്നു? എന്താണ് കുറച്ചുകൂടെ ആക്ടിവിറ്റി ചെയ്യാം. കുറച്ചുകൂടെ ചെയ്യും. ഓക്കെ, പിന്നെന്താണ്? എല്ലാവരും പറയൂ. കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് ചെയ്യാം മിസ്സേ, അപ്പൊ കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്ന് ഇങ്ങനെ പോട്ടെ, അടുത്ത ക്ലാസ്സിൽ ആക്ടിവിറ്റി ചെയ്യാം. ഇന്ന് നിങ്ങൾ എല്ലാവരും ഓരോരുത്തരായിട്ട് പാസീവ് വോയിസിന്റെ സ്ട്രക്ചർ പറയണം. ഓക്കെ, പാസീവ് വോയിസ് ഏതൊക്കെയുണ്ട്, എല്ലാ ടെൻസ് ഏതൊക്കെ ടെൻസിലാണ് ആക്റ്റീവ് വോയിസ് ഉള്ളത്, അത് മാറ്റുമ്പോ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഉള്ള സ്ട്രക്ചർ ഏതാണ് എന്ന് എന്നോട് പറയണം. ഓക്കെ ആണോ? അതുപോലെ ടെൻസിന്റെയും സ്ട്രക്ചർ പറയണം, പാസീവ് വോയിസിന്റെയും സ്ട്രക്ചർ പറയണം. ഓക്കെ, ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇപ്പോ ഫസ്റ്റ് ആണ് നമ്മള് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസിലെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഫസ്റ്റ് തുടങ്ങി പറയാം. ടെൻസ് ഫുള്ള് കവർ ചെയ്യും. ടെൻസ് ഏതൊക്കെയാണ്? പ്രസന്റ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ, അതിനുശേഷം നിങ്ങൾ പറയാനുള്ളൂ. ഫസ്റ്റ് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, 3 ടെൻസ് ഉണ്ട്. അതിൽ 4 ആക്ഷൻസ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത്രയും ടെൻസ് ഉണ്ട്, 12 ടെൻസസ് ഉണ്ട്. സോ ഇതിനെല്ലാം പേര് ഞാൻ പറഞ്ഞു. ഇനി അതിനുശേഷം ഓരോ ടെൻസും സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് സ്ട്രക്ചർ ഏതാണ്? സബ്ജക്ട് പ്ലസ് V1 ആണ്. ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഹിയർ ഐ സെ ലെറ്റർ. ദെൻ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്ട് പ്ലസ് is am are plus verb plus ing. For example, I'm teaching. Okay, then present perfect subject plus has or have plus V3. I have gone to my house. Correct. Okay, then present perfect continuous subject plus has or have plus being plus verb plus ing. Okay, I have been studying for an exam. Then simple past subject plus V2. He wrote a letter. Past continuous subject plus was or verb plus subject plus was or verb plus verb plus ing. I was writing. Past perfect subject plus had plus V3. I had gone to my house. Then past perfect continuous subject plus had plus been plus verb plus ing. I had been writing a letter. Then future, simple future, subject plus will plus V1. I will write a letter. Future continuous subject plus will plus be plus verb plus ing. I will be writing a letter. And future perfect, subject plus will plus have plus V3. I will have written a letter. Future perfect continuous subject plus then will plus have plus been plus ing. Thank you. Verb plus ing. Verb plus ing. Verb plus ing. Subject plus will plus have plus been plus verb plus ing. I will have been writing a letter. Okay, 3 tense. ഇപ്പൊ ഞാൻ പഠിച്ചു, ഞാൻ നന്നായിട്ട് പഠിച്ചു. ഓക്കെ, ഇനി വേണ്ടത് പാസീവ് വോയിസ്. പാസീവ് വോയിസിലെ സിമ്പിൾ പ്രസന്റ് ടെൻസ് അതിലെങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റാം? ഒബ്ജക്ട് പ്ലസ് ഈസ് ആം ആർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട്. പ്രസന്റ് കണ്ടിന്യൂസ് ഒബ്ജക്ട് പ്ലസ് ഈസ് ആം ആർ പ്ലസ് ബി പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട്. പ്രസന്റ് പെർഫെക്റ്റ് object plus had plus been plus V3 plus by plus subject. Then simple past object plus was or verb plus V3 plus by plus subject. Simple past continuous object plus was or verb plus been plus V3 plus by plus subject.
Past perfect. Object plus had plus been plus V3 plus by plus subject. Simple future. Object plus will plus be plus V3 plus by plus subject. Future perfect. Object plus will plus have plus been plus V3 plus by plus subject. ഇതേപോലെ സ്ട്രക്ചർ എല്ലാം പറയുകയാണെങ്കിൽ ഒരിക്കലും മറക്കില്ല. ഓക്കെ ആണോ? റെഡി ആണോ? നോക്കിയെങ്കിൽ നോക്കി പറയാം. കാണാതെ പറഞ്ഞാൽ അത്രയും നല്ലത്, ഓർത്ത് പറഞ്ഞാൽ അത്രയും നല്ലത്. ഓക്കെ, റെഡി ആണോ? ഓരോരുത്തർ റെഡി ആണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ കേട്ടോ. ഇവിടെ വെച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾ പഠിക്കുള്ളൂ. വീട്ടിൽ പോയി നിങ്ങൾ പഠിക്കില്ല, ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുകയില്ല. അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ച് പോവാം. ടൈം കുറവാണ്, കുറച്ചുപേര് മാത്രമേ പറയുള്ളൂ. അടുത്ത ക്ലാസ്സിൽ കൂടെ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസും ഓക്കെ ആണ് എങ്കിൽ മാത്രം ഞാൻ മോക്ക് ടെസ്റ്റ് ഇടാം. എന്നാൽ അടുത്ത ക്ലാസ് കൊണ്ട് ഓക്കെ ആവണം. ഓക്കെ, ക്ലിയർ? അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? എന്താണ് നിങ്ങൾ പഠിക്കണം കേട്ടോ. പഠിക്കാണ്ട് വിഷയമില്ല, പഠിക്കാന്ന് പറഞ്ഞ് നിങ്ങൾ പോവുകയുള്ളൂ, പക്ഷെ നിങ്ങൾ പഠിക്കില്ല. എന്താ വേണ്ടേ? എന്തോ ഒന്നുമിണ്ടാത്തേ? സൈലന്റ് ആണല്ലോ. ക്ലാസ്സിലുണ്ടോ എല്ലാവരും? പോയോ? ഇല്ല. എന്താണ് സൈലന്റ് ആയത് പെട്ടെന്ന്? എന്ത് പറ്റി? മിണ്ടുന്നില്ലാരും? എന്താണ് സംസാരിക്കാത്തേ? കൺഫ്യൂഷൻ ടൈംസേ എല്ലാം കൂടി തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പറയൂ, ക്ലിയർ ആക്കാം നമുക്ക്. പറയൂ, ആലോചിക്കൂ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് കേൾക്കുമ്പോ ടെൻസിന്റെ സ്ട്രക്ചർ ഓർമ്മ വരുന്നുണ്ടോ? പെട്ടെന്ന് എന്താ കണ്ണടച്ചിരുന്ന് ആലോചിക്കും. സ്ട്രക്ചർ ഓർമ്മ വരുന്നുണ്ടോ? സബ്ജക്റ്റ് പ്ലസ് വി, വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അത് ഓർക്കണം. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? പാസ്റ്റ് പെർഫെക്റ്റ് ആലോചിക്കുക. ടെൻസ് ആണ് കേട്ടോ, ആക്റ്റീവ് വോയിസ് അല്ല, ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്. അതെ. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. യെസ്, കറക്റ്റ്. ഇനി present perfect continuous. Subject plus has or have plus been plus verb plus ing. Yeah. Okay. Then simple future. Subjective plus will plus V1 plus objective. Yeah. Okay. Then present continuous. Subject plus is or is, are, am or plus verb plus ing. Yeah. Future continuous. ഫ്യൂച്ചർ എന്ന് കേൾക്കുമ്പോ വില്ല് ഉണ്ടെന്ന് മനസ്സിലാക്കുക കേട്ടോ. വില്ല് മസ്റ്റ് ആണ്. ഫ്യൂച്ചർ വില്ല് ഉണ്ട്, അങ്ങനെ ഓർക്കും. Subject plus will plus be plus ing. Yeah. Then past perfect continuous. Had been വരുന്നതാണ് മിസ്സേ. അതെ. Past perfect continuous. Subject plus had plus been plus even plus ing plus object ഉണ്ടോ മിസ്സേ? Yeah. Subject plus had plus been plus verb plus ing. Okay. അപ്പൊ ഇങ്ങനെയുണ്ട്. ഇപ്പൊ ടെൻസ് ക്ലിയർ അല്ലേ? ഇങ്ങനെ ആലോചിക്കുക, കണ്ണടച്ചിരുന്ന് ആലോചിക്കുക, ഓരോ ടെൻസിന്റെയും സ്ട്രക്ചർ ആലോചിക്കുക. അത് ഓൾറെഡി ഉള്ളിൽ ബൈഹാർട്ടായിട്ട് നടന്നോളൂ, ഒരിക്കലും പിന്നെ മറക്കില്ല. നെക്സ്റ്റ് പാസീവ് വോയിസിന്റെ സ്ട്രക്ചർ പഠിക്കണ്ടേ? സിമ്പിൾ ഫ്യൂച്ചർ ഒന്ന് ആലോചിക്കുക. സോറി, സിമ്പിൾ ഫ്യൂച്ചർ ഒന്ന് ആലോചിക്കുക. വില്ലുണ്ട് ആലോചിക്കുക. object plus will plus be plus V3 plus by plus subject. Yeah, object plus will plus be plus V3 plus 5 plus subject.
ഓക്കെ, ഇനി പ്രസന്റ് കണ്ടിന്യൂസ്. ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് ബീങ് പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട്. ബീയിങ് ആണ്, കറക്റ്റ്. ഇനി സിമ്പിൾ പാസ്റ്റ്. Object plus was or were plus V3 plus by plus subject. സിമ്പിൾ പാസ്റ്റ് ആയിരിക്കില്ല. സിമ്പിൾ പാസ്റ്റ് എന്താണ്? പാസ് ഓവർ. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ കൂടെ ഒരു ബീയിങ് വരും. യെസ്. പ്രസന്റ് പെർഫെക്റ്റ്. Object plus has Present or perfect. object plus has or have plus been plus V3 plus by plus subject. Yes. Clear അല്ലേ? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു സിമ്പിൾ ഫസ്റ്റത്തെ ടെൻസ്, സിമ്പിൾ പ്രസന്റോ പാസ്റ്റോ എന്താവട്ടെ, ആ ടെൻസ് കണ്ടാല് ഒബ്ജക്റ്റിന്റെ കൂടെ ഒരു ഓക്സിലറി ഉണ്ടാകും, then V3 ഫോം ആയിരിക്കും വരാം, then by plus subject. കണ്ടിന്യൂസ്, അത് ഏത് കണ്ടിന്യൂസ് ആണെങ്കിലും ഒബ്ജക്റ്റിന്റെ കൂടെ ആ കണ്ടിന്യൂസിലുള്ള ഓക്സിലറി, ഏത് ടെൻസിന്റെ ബേസിലുള്ള ഒരു ഓക്സിലറി ഉണ്ടാവും. ING ഉണ്ടെങ്കിൽ ഒരു ബീയിങ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം. അതിൽ പെർഫെക്റ്റിലേക്ക് പോവാണെങ്കിൽ എന്തായാലും ഹാസ് ഹാവ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പെർഫെക്റ്റ് ആണ്, ഏത് ടെൻസിന്റെ പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാവും. അത് അപ്പൊ എന്താണ്? ഒബ്ജക്ട് പ്ലസ് പ്രസന്റ് ആണെങ്കിൽ പ്രസന്റിൽ യൂസ് ചെയ്യുന്ന ഹാസ് ആണോ ഹാവ് ആണോ വരാം, മനസ്സിലായോ? അതിന്റെ കൂടെ V3 വരും, അതിന്റെ കൂടെ ഒരു V3 അതിന്റെ കൂടെ ഒരു ബീയിങ് വരും, ഒരു V3 വരും, അത്രയേ ഉള്ളൂ. ക്ലിയർ? അങ്ങനെ പഠിക്കൂ കേട്ടോ, മനസ്സിലാക്കി ഒരു ട്രിക്കായിട്ട് പഠിക്കാം. ഓക്കെ, നന്നായിട്ട് നോക്കിയിട്ട് വരും. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ കുറച്ചുകൂടെ എക്സസൈസ് ചെയ്യാം, ഇതുപോലെ പറയാം. ഓക്കെ, അതോടുകൂടി നിങ്ങൾക്ക് ടെൻസും പാസീവ് വോയിസും ഫുള്ള് ക്ലിയർ ആയിരിക്കും. ഇത് ഫുള്ള് ഒന്നിച്ച് കേട്ടതിന് ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് എല്ലാം അറിയാൻ താനും, നിങ്ങൾക്ക് എല്ലാം അറിയാം, ഓർമ്മയിലുണ്ട്. പക്ഷെ അത് ഞാൻ പറയുന്ന പോലെ പറയാൻ പറ്റുന്നില്ല എന്നും ടെൻഷൻ ഉണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് വരുമ്പോൾ നന്നായിട്ട് പറയാനും പറ്റും, നിങ്ങൾക്ക് ആക്ടിവിറ്റി ചെയ്യാനും പറ്റും. ഓക്കെ ആണോ? സംസാരിക്കും നിങ്ങള്, നല്ല ആക്റ്റീവ് ആണല്ലോ, സംസാരിച്ച് ഫുള്ള് ക്ലാസ് അല്ലേ, കുറച്ച് നേരം സംസാരിക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം? ക്ലാസ് ഒക്കെ ഇങ്ങനെ പോകുന്നു? ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ ഇങ്ങനെ പോകുന്നു? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെന്നില്ല. എനിക്ക് നെറ്റ് ക്ലിയർ ഉണ്ടായിരുന്നില്ല. അടുത്ത ക്ലാസ്സിലേക്ക് എന്താ പറഞ്ഞേ? എന്തോ മാം എനിക്ക് നെറ്റ് ഇതിന്റെ ഇടയിൽ കട്ടായി പോയി. അടുത്ത ക്ലാസ്സിലേക്ക് എന്താ പറഞ്ഞേ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടെൻസിന്റെ സ്ട്രക്ചർ പറയണം, പാസീവ് വോയിസിന്റെ സ്ട്രക്ചേഴ്സ് പറയണം, പിന്നെ ആക്ടിവിറ്റീസ് തരും, അത് ആൻസർ ചെയ്യണം. അത്രയേ ഉള്ളൂ. നന്നായിട്ട് പഠിച്ചിട്ട് വരാം. ടെൻസ് ആ ചാപ്റ്റർ ഫുള്ള് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യും, റിവൈൻഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഇതുവരെയും ടോപ്പിക് പ്രസന്റേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, ഫുള്ള് ക്ലാസ് തന്നെയാണ്. സോ മേ ബി നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾ എല്ലാവരും ഓക്കെ ആണെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു ടോപ്പിക് ഞാൻ തരാം, അതിന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം. ടോപ്പിക് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു ടോപ്പിക്, എന്തെങ്കിലും ടോപ്പിക്, സോഷ്യൽ മീഡിയ ടോപ്പിക് ഞാൻ തരും. നിങ്ങൾ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. ഫുള്ള് കോപ്പി പേസ്റ്റ് ചെയ്യാനല്ല പറയുന്നത്, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്താണോ മനസ്സിലായത് അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. അത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് പ്രസന്റ് ചെയ്യാം. ഓക്കെ, ക്യാമറ ഓൺ ചെയ്തിട്ട് വേണം പ്രസന്റ് ചെയ്യാൻ. അത് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം, നിർബന്ധിക്കില്ല ഞാൻ, പക്ഷെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നിങ്ങളെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ തന്നെ ചെയ്യാം. ഇതുവരെ നമ്മൾ അങ്ങനത്തെ ഒരു ചെയ്തിട്ടില്ല, ടോപ്പിക് പ്രസന്റേഷനൊക്കെ പോകാൻ പറ്റിയിട്ടില്ല, ക്ലാസ് ചാപ്റ്റേഴ്സ് തീർക്കുന്ന ഒരു തരത്തിലാണ്. ഇപ്പൊ കുഴപ്പമില്ല, അത്യാവശ്യം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് സബ്ജക്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ പോരെ, കാരണം അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം. അപ്പോൾ ചാപ്റ്റർ റിവൈൻഡ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ടൈം ഏകദേശം കഴിയും. ടോപ്പിക് പ്രസന്റേഷൻ സിമ്പിൾ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പോരെ? എന്തോ
നമ്മളതായുള്ള സിമ്പിൾ ലിറിക്സ് യൂസ് ചെയ്തിട്ട് പോരേ സർ? ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മതി. ഒരുപാട് കഠിനമായിട്ടൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. അത് പ്രത്യേകം അതുകൊണ്ടാണ് പറയുന്നത്. കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട, ഗൂഗിളിൽ അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത്, നിങ്ങൾ ആ ഗൂഗിളിൽ നോക്കിയിട്ട് നിങ്ങൾ സ്വയം ഇങ്ങനെയാണ് പറയുന്നത്, അതാണ് ഇവിടെ വേണ്ടത്. നിങ്ങൾ പറയുന്ന പോലെ ആയിരിക്കണം. ശരിക്കും നിങ്ങളാണ് അത് പറയേണ്ടത്. അല്ലാതെ കട്ടായി പോയി. ഇപ്പൊ വന്നേ ഉള്ളൂ. അല്ല, ഇപ്പൊ പറഞ്ഞില്ലേ ടോപ്പിക് തരുന്നു. അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്? മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ? മലയാളമോ ആ, മലയാളത്തിലൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ചോദിച്ചാണ്. വേറെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ആണല്ലേ? അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന മലയാളത്തിൽ വേണ്ടി വരുമോ? അവര് മനസ്സിലാക്കി. ഉണ്ടല്ലേ? ഓക്കെ. പിന്നെ അടുത്ത ക്ലാസ്സിൽ ഏതാണ്ട് ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ടെൻസ് ചാപ്റ്റർ ഫുള്ള് റിവൈൻഡ് ചെയ്യാം. ടെൻസിന്റെ സ്ട്രക്ചർ ഓരോ ടെൻസിലെയും സ്ട്രക്ചർ പറയാം. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. അതിനുശേഷം ആക്റ്റീവ് വോയിസിന്റെ പാസീവ് വോയിസിന്റെ സ്ട്രക്ചേഴ്സ് പറയാം. അങ്ങനെ പറഞ്ഞ് പഠിക്കലാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പണി. അതിനുശേഷം ഞാൻ മോക്ക് ടെസ്റ്റ് തരും. അതോടുകൂടി ചാപ്റ്റർ ക്ലോസ്ഡ്. അത് തന്നെ അടുത്ത ക്ലാസ്സിൽ ഞാനൊരു ടോപ്പിക്കും തരും. അതിന് അടുത്ത ക്ലാസ്സിൽ ഒന്ന് പ്രസന്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ടോപ്പിക് പ്രസന്റ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഏകദേശം കുറച്ചൊരു കോൺഫിഡൻസ് വരുന്നത്, നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു പ്രൗഡ് ഫീൽ വരെ ഉണ്ടാകും. ഇതുവരെ ക്ലാസ് തരാൻ പറ്റിയിട്ടില്ല എനിക്ക്. ഇനി എങ്ങോട്ട് നിങ്ങൾക്ക് പ്രസന്റേഷൻ ഒക്കെ വരും കേട്ടോ. മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. അല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് കുറേട്ട് വലിഞ്ഞു പോകരുത്. അങ്ങനാണത്. പൊട്ടത്തെറ്റാണെങ്കിലും പറയാം. ഞാൻ ഇവിടെ കറക്റ്റ് ചെയ്യാനിരിക്കുന്നതല്ല. നിങ്ങൾ പറയുന്ന സെന്റൻസ് കറക്റ്റ് ആണോ എന്ന് നോക്കാനിരിക്കുന്ന ആളല്ല. ഓക്കെ, നിങ്ങൾ പറഞ്ഞാൽ മതി. എന്ത് പൊട്ടത്തെറ്റാണെങ്കിലും അത് പ്രസന്റ് ചെയ്യണം. മസ്റ്റാണ്. അത് ക്യാമറ ഓൺ ചെയ്ത് ചെയ്യാൻ നോക്കാം മാക്സിമം. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ അല്ലേ? അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ നമുക്ക് റിലാക്സ് ചെയ്ത് സംസാരിച്ചിരിക്കാം. ഫുള്ള് ക്ലാസ് ആണ് ഇപ്പോ. ഇതിലൊക്കെ സംസാരിച്ചിരിക്കാം. ഓക്കെ, സംസാരിക്കാൻ റെഡി ആയിട്ട് പാട്ടോ. അത് വെറുതെ ടെക്സ്റ്റ് ഇമോജീസ് മാത്രമേ വരുന്നുള്ളൂ. ആരും അൺമ്യൂട്ട് ചെയ്തൊന്നും പറയുന്നില്ല. ഓക്കെ, വരുമ്പോ റെഡി ആയിട്ട് വരാം, പഠിച്ചിട്ട് വരാം, റിവൈൻഡ് ചെയ്യാം. ഓക്കെ, അതോടുകൂടി നമുക്ക് ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യാം. കുറച്ച് ആക്ടിവിറ്റീസ്. അപ്പൊ ഓക്കെ, സൈൻ ഔട്ട് പറഞ്ഞോളൂ. ഇനി എത്ര ലെസൺ ഉണ്ട് ടീച്ചർ ഇംഗ്ലീഷില്? ഇനി എത്ര ലെസൺസ് ഉണ്ട് എടുക്കാന്? ഈ ലെസൺസ് കുറച്ചേ ഉള്ളൂ. ഐ തിങ്ക് ഒരു ആർട്ടിക്കിൾ എടുക്കണം. 5th ചാപ്റ്റർ ഉണ്ട്, 11th ചാപ്റ്റർ ഉണ്ട്. 11th 12th ഒന്നും എടുത്തിട്ടില്ല. പിന്നുള്ളത് റൈറ്റിംഗ് ഒക്കെയാണ്. റൈറ്റിംഗ് നമുക്ക് എക്സാമിൽ നമുക്കൊന്നും അത് റൈറ്റിംഗില് ക്വസ്റ്റ്യൻസ് ഒന്നും ആവുന്നില്ല. അത് നിങ്ങൾ തന്നെ സ്വയം പഠിക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം പഠിക്കേണ്ടതുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞു തരുന്നു, അങ്ങനെ എല്ലാം പറഞ്ഞു തരാൻ പറ്റില്ല. ലിമിറ്റ് ഉണ്ടല്ലോ നമുക്ക്. മീൻസ് സ്പെല്ലിംഗ് ഒക്കെ ഉണ്ട്. സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ സ്വയം പഠിക്കേണ്ടതല്ലേ? കണ്ടോ, 5th ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡിംഗ് സ്പെല്ലിംഗ് ആണ്. നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഞാൻ ഇതിന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കുറച്ച് കടകട്ടിയായ സ്പെല്ലിംഗ്സ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എല്ലാം ഗൂഗിളിൽ ഉണ്ടല്ലോ, പിന്നെ ഞാനൊന്നും പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലേ? ശരിയല്ലേ? പിന്നെ റൈറ്റിംഗ് ആണ്. 16th ചാപ്റ്റർ റൈറ്റിംഗ് ആണ്. ശരിയാണ്, എന്നാലും ടീച്ചറെ ഹെൽപ്പ് വേണം. ഇല്ല, ഹെൽപ്പ് ഉണ്ടാവും. ചോദിച്ചാൽ അപ്പൊ ഹെൽപ്പ് ചെയ്തേ. ഇംഗ്ലീഷ് റിവിയേഷൻ ആണ്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ടങ് ട്വിസ്റ്റേഴ്സ് ആണ്. ടങ് ട്വിസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് വേണ്ടി പറയാം. ചുമ്മാ ഒന്ന് പറഞ്ഞ് കളിക്കുക. ലാസ്റ്റ് മതി കേട്ടോ, ടൈം ഉണ്ടെങ്കിൽ. ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്നും ഇല്ലട്ടെ. അത്യാവശ്യം പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു തീർന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, പിന്നെയുള്ള ചാപ്റ്റർ ഏതാ? ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കേണ്ടതാണ്. റൈറ്റിംഗിലുള്ള ലെറ്റേഴ്സ് ഒക്കെ ജോബ് സാറിന്റെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. എന്തോ റൈറ്റിംഗ് ഇല്ലേ, ചാപ്റ്റർ 15th ചാപ്റ്റർ ഒക്കെ 16 ജോബ് സാർ റൈറ്റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ലെറ്റേഴ്സ്. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് തോന്നിയത് സാർ ഏകദേശം സാർ ലാസ്റ്റ് എന്നാണ് പോയത്. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് പഠിപ്പിക്കും. അത് പഠിക്കേണ്ടതാണ്. ഫ്രേസൽ വെർബൊക്കെ നിങ്ങൾ സ്വയം പഠിക്കേണ്ടതാണ്. എനിക്കുള്ളൂ. അത്യാവശ്യം ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞു. പാർട്ടിസിപ്പിൾ പഠിക്കണം.
പഠിപ്പിച്ചു തരാം. സിമ്പിൾ, എല്ലാം സിമ്പിൾ ആണ്. റിപ്പോർട്ട് സ്പീച്ച് ആണ് കുറച്ചുകൂടി ബുദ്ധിമുട്ട്. അതിപ്പോ അടുത്ത് ഞാൻ എടുത്തു. നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞ് നേരെ പോകാൻ റിപ്പോർട്ട് സ്പീച്ചിലേക്കാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയുള്ളൂ. ക്ലാസ് സംസാരിക്കാൻ കേട്ട് വരാം. സൈൻ ഔട്ട് പറയൂ. Good afternoon to all. Today I am sign out with a Malayalam poem. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. എന്റെ ചിറകിനാകാശവും നീ തന്നു. നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു. ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതങ്ങു വേറെ. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതങ്ങു വേറെ. ജീവനുരുകുമ്പോൾ ഒരു തുള്ളിയൊഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയങ്ങു വേറെ. കനവിന്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിച്ചൊരാകാശമെങ്ങു വേറെ. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ട് തളരുമ്പോഴും. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ട് തളരുമ്പോഴും. കനിവിലൊരു കല്ലു കനി മധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു. നിന്നിലഭയം തിരഞ്ഞു പോകുന്നു. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേത് സ്വർഗം വിളിച്ചാലും. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേത് സ്വർഗം വിളിച്ചാലും. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെന്റെ സ്വർഗം. നിന്നിലടിയുന്നതേ നിത്യസത്യം. താങ്ക് യു മിസ്. വെരി ഗുഡ്. നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് കേട്ടോ. സൂപ്പർ. ഇതൊക്കെ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ രസമായിരിക്കും കേട്ടോ. മക്കളെല്ലാരും ഉണ്ട് ഇവിടെ. അതാ അതിനെന്താ അടുത്ത ക്ലാസ്സിൽ എല്ലാവരും മാക്സിമം ക്യാമറ ഓൺ ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാൻ നോക്കണം. ചെയ്തു നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ പറയൂ. ഓക്കെ, so thank you all. See you on next class. Okay, bye. Thank you, teacher. Thank you.